IEFTയിൽ 40 മാർക്ക് സ്കോർ ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് ഇവിടെ പറയുന്നത്. മൊഡ്യൂൾ 1 ഇതിൽ ഡിമാൻഡിനെ പറ്റിയിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് പഠിക്കണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ, പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എലാസ്റ്റിസിറ്റി എന്താണ്, ക്രോസ് എലാസ്റ്റിസിറ്റി എന്താണ്, അതിൻ്റെ ഡിഫറൻസ്, ആ കാര്യങ്ങളൊക്കെ. പിന്നെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ഇതൊരു 7 മാർക്കിന് ഏകദേശം 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതർ ക്വസ്റ്റ്യൻസിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഈ ഗ്രാഫൊക്കെ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡെഡ് വെയ്റ്റ് ലോസ് ഓഫ് ടാക്സേഷൻ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഇത് രണ്ടും. മൊഡ്യൂൾ 2 ഇതിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ്, ഇതിൻ്റെ ഡെഫിനിഷൻ, യൂസസ്, അസംഷൻസ്, ലിമിറ്റേഷൻസ്, പിന്നെ ന്യൂമറിക്കൽസ് ഉണ്ടാവും. ന്യൂമറിക്കൽസിൽ ബ്രേക്ക് ഈവൻ സെയിൽസ്, ബ്രേക്ക് ഈവൻ ഔട്ട്പുട്ട്, ഇതൊക്കെ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. പിന്നെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ഉണ്ട്, ഒരു 7 അല്ലെങ്കിൽ 8 മാർക്കിനായിട്ട് ചോദിക്കും. പിന്നെ അതർ ക്വസ്റ്റ്യൻസിൽ ഐസോക്വൻറ്റും ഐസോക്വൻ കേർവ്സും, ഇത് പാർട്ടിയിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഐസോക്വൻറ്റ് എന്താണെന്നുള്ളത്. മൊഡ്യൂൾ 3 ഇതിൽ കോമ്പറ്റീഷൻ, പെർഫെക്റ്റ്, മൊണോപ്പൊളിസ്റ്റിക്, മൊണോപ്പൊളി ആൻഡ് ഒളിഗോപ്പൊളി. ഇതിൽ ഒന്നെങ്കിൽ 2 തന്നിട്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കും, ഇല്ലെങ്കിൽ 1 തന്നിട്ട് അതിനെ പറ്റിയിട്ട് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറയും. പിന്നെ പാർട്ടിയിൽ ഇതിൻ്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതർ ക്വസ്റ്റ്യൻസിൽ പ്രൈസിങ് ആൻഡ് ടൈപ്സ് ഓഫ് പ്രൈസിങ്, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, കുറേയൊക്കെ ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇതിൽ പാർട്ടിന്നും കുറേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൊഡ്യൂൾ 4 ഇതിൽ സർക്കുലർ ഫ്ലോ കോൺസെപ്റ്റ് യൂസിങ് 4 സെക്ടർ മോഡൽ, 3 സെക്ടർ മോഡലും ഉണ്ട്. പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഒരു ഡയഗ്രാം വരയ്ക്കാനുണ്ടാവും, അതിൽ ഓരോ സെക്ടറിനെ പറ്റിയിട്ട് അത്യാവശ്യം കുറച്ച് എഴുതാനും ഉണ്ടാവും. പിന്നെ ഇൻഫ്ലേഷൻ, അത് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ഉള്ളത്, ആ കാര്യങ്ങളൊക്കെ. അതർ ക്വസ്റ്റ്യൻസിൽ ബോൺസ് ആൻഡ് ഷെയർസ്, ഡിമാറ്റ് അക്കൗണ്ട്, നിഫ്റ്റി, കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇത് പാർട്ട് എയിലും പാർട്ട് ബിയിലും ചോദിക്കും. ജസ്റ്റ് ഷോർട്ട് നോട്ട്സ് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. മൊഡ്യൂൾ 5 ഇതിൽ മെയിനായിട്ട് ആബ്സല്യൂട്ട് ആൻഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറീസ് ചോദിക്കും. പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഫ്രീ ട്രേഡും പ്രൊട്ടക്ഷനിസവും. ബാക്കിയുള്ള 2 പാർട്ടിയിലും ബിയിലും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മാർക്കിനൊരു ചോദ്യമുണ്ട്, അതാണ് മെത്തേഡ് ഫോർ കറക്റ്റിംഗ് ഡിസിക്വിലിബ്രിയം. പിന്നെ അതിൻ്റെ ഡെഫിനിഷനും പാർട്ടിയിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ പാർട്ട് ബിയിൽ നിന്ന് എല്ലാ മൊഡ്യൂളിൽ നിന്നും ഒരു 8 മാർക്ക് വീതം സ്കോർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു 40 മാർക്ക് ടോട്ടലാവും. പിന്നെ പാർട്ടിയിൽ നിന്ന് പറ്റാണത്ര സ്കോർ ചെയ്യുക. ഇതിൽ നോട്ട്സൊക്കെ കുറേ വായിച്ച് പോയാൽ തന്നെ കുറേയൊക്കെ മനസ്സിലാവും, കുറേയൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. പിന്നെ 1 ലൈനേഴ്സൊക്കെ, വാട്ട് ഈസ് പ്രൈസ് സ്കീമിങ്, അതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ഗൂഗിൾ ഷീറ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴേക്കും അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ ഡോക്യുമെൻ്റൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഉടനെ തന്നെ ടെലിഗ്രാമിലോട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അത് നേരത്തെ വേണ്ടവർക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്തിടുക. ഞാൻ കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.